ഹായ് ഗൈസ്, ഇത് നിങ്ങളുടെ സ്വന്തം സ്മേരയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹൂ നോസ് മീ ബെറ്റർ റൗണ്ടുമായിട്ട് വന്നിരിക്കണം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ കസിൻ റോസ്മി, ഇതുള്ള ഹസ്ബൻഡ് ജിത്തു, പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞു പറയും. അപ്പോൾ റോസ്മീനെ ഞങ്ങൾ ആർക്കാണ് ഇവിടെ, എനിക്കാണോ ജിത്തുവിനാണോ കൂടുതൽ അറിയണേന്നാണ് നമ്മൾ ഈ റൗണ്ടിൽ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ റോസ്മി നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതോടുകൂടി ഒരു തീരുമാനമാവും. തുടങ്ങണോ? സെറ്റല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. മറിയാമ്മേ നോക്കി, മറിയാമ്മയ്ക്ക് അറിയാം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന്? ഞാൻ ഇതിട്ടോ കാണിച്ചു കൊടുക്കണ്ടേ? ആ മറിയാമ്മക്ക് പറഞ്ഞ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന്. പണ്ടൊക്കെ ഇഷ്ടം, ഇപ്പോഴും ഇതാണെന്ന് അറിയില്ല. ഒന്നും പറഞ്ഞു തരില്ല. ഓക്കെ, എഴുതിയോ? ഇപ്പത്തെ ആൻസർ പറയണോ? ഓക്കെ, പറയേ, കാണിച്ചേ. ചോറ്. ഞാൻ ഇതിലുള്ള നാടൻ സദ്യ. നാടൻ സദ്യ അതാണ് ചോറും കറികളും. കണ്ടല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ്. അപ്പൊ സ്മേരയ്ക്കും മമ്മിക്കും ഒരു മാർക്ക്. അടുത്തത് റോസേന്റെ ഉണ്ടോ ഇത് എഴുതുന്നത്? റോസേന്റെ വീഡിയോയിൽ വന്നില്ലെന്ന്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ എന്റെ ബർത്ത്ഡേ ഒക്കെ വരികയാണല്ലോ, അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇഷ്ടം. എന്റെ ബർത്ത്ഡേകളിൽ എന്താണോ എനിക്ക് വേണ്ടതെന്നുള്ളത് എന്താണ്, ആ ഗിഫ്റ്റ് എന്താണ് നിനക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ്? എനിക്ക് ആ ഗിഫ്റ്റ് ആണ് എനിക്ക് ഇഷ്ടം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു ഇത്. അപ്പൊ അതെന്താണ്, ആ ഗിഫ്റ്റ് എന്താണ്? ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ ആ ഗിഫ്റ്റ്? അതൊന്നുമില്ല, കഥയിൽ ചോദ്യമില്ല, ചോദ്യത്തിൽ ചോദ്യങ്ങളേ ഇല്ല, കുളു ഒന്നും ഇല്ല. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് നിനക്ക് ഇഷ്ടം? അതൊന്നും ഞാൻ ഏത് ഗിഫ്റ്റ് ആണ് എനിക്ക് വേണം എന്ന് എനിക്ക് ആഗ്രഹം എന്റെ കമ്മിങ് ബർത്ത്ഡേകളിലൊക്കെ. എഴുതിയോ? ഓക്കെ, പറഞ്ഞോ. ഈ ജിത്തു സർപ്രൈസ് ട്രിപ്പ്. പപ്പയും മമ്മിയും കൂടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ 2 മാർക്കും 1 പോയിന്റ് വെച്ചിട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രിപ്സ് പോകാനാണ് എനിക്ക് ഇഷ്ടം, അല്ലാതെ കുറച്ച് ഗിഫ്റ്റ് അങ്ങനെ തന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 ഹോബീസ് ഉണ്ട്, അതെന്താണെന്ന് ഒന്ന് പറയും. ഭയങ്കര ഇഷ്ടമാണ് 2 എണ്ണം, അത് 2 എണ്ണം എഴുതണം, 1 എണ്ണം എഴുതിയാൽ പോരാ. ഷ്വിമ്മനാണോ? കഥയിൽ ചോദ്യമില്ല. 2 ഹോബീസ് മറിയാമ്മയ്ക്ക് അറിയാം? മറിയാം മമ്മക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് എന്താണെന്ന്? 2 എണ്ണം എഴുതണം. അത് ചെയ്യാറുണ്ടോ ഈ ഹോബി? ഒന്നും ഞാൻ പറഞ്ഞാൽ ഒരു ക്ലൂവും തരില്ല. ടഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ, നോ ക്ലൂ. ഇതില് ആരെണ്ണം ശരിയായ ഹാഫ് മാർക്ക് കിട്ടും? ഓക്കെ, ഒരെണ്ണം ശരിയായ ഹാഫ് മാർക്ക് കിട്ടും. ഹോബീസ് 2 എണ്ണം ഉണ്ട്. ഉദ്ദേശിക്കുന്നത് ടാലന്റ് ആണോ അല്ലെങ്കിൽ ഹോബി എന്ന് പറഞ്ഞാൽ ഹോബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളുടെ സൂപ്പർ സ്മേരയ്ക്ക് അറിയില്ല കേട്ടോ. ഇനി നമ്മൾ വേണം തീരുമാനിക്കാണ് സൂപ്പർ സ്മേരാന്ന് വിളിക്കണോ വേണ്ടോ. അല്ല, നമ്മള് മറ്റേ ഇത് പഠിക്കൂലോ, ജർമ്മൻ പഠിക്കൂലോ. അപ്പൊ മൈനെ ഹോബീസ് ഉണ്ട്, ഡാൻസിനുണ്ട്, സിംഗ് എന്നൊക്കെ പറയൂലോ. പക്ഷെ ഡാൻസിങ് പറഞ്ഞ ഹോബി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എഴുതിയോ? എന്താ? കുക്കിങ്ങും റീഡിങ്ങും. ഞാൻ കുക്കിംഗ്, ഡാൻസിങ്. ഞാൻ ഡാൻസും ഷോപ്പിങ്ങും. പക്ഷെ ഡാൻസും ഷോപ്പിങ്ങും. ഷോപ്പിംഗ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിന് ശേഷം കുക്കിംഗ് കറക്റ്റ് ആണ്. വാച്ചിങ് മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഹാഫ് മാർക്ക് 2 പേർക്ക് ഹാഫ് മാർക്ക്. പക്ഷെ മമ്മിക്കും ഒരു ഹാഫ് മാർക്ക്. ഷോപ്പിംഗ് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ഡാൻസ് അത് എനിക്ക് അങ്ങനെ ഒരു ഹോബി ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, എന്റെ നാളെ ഏതാണ്? പെട്ടു ജിത്തു പെട്ടു. മറിയാമ്മയ്ക്ക് അറിയാലോ, എഴുതിയോ?
അത്തം ചിത്തിര ജ്യോതി വിശാഖം അനിഴം തൃക്കേട്ട പൂരം മൂലം ഉത്തരാടം തിരുവോണം ഉത്രട്ടാതി പൂരിട്ടാതി പൂരം ചതയം പുണർദം നിന്റെ പുണർദല്ലേ പുണർദം കാർത്തിക അശ്വതി അശ്വതി തിരുവാതിരയാണോ അറിയത്തിന്റെ മറിയത്തിന് മമ്മിക്ക് അറിയാം. മമ്മി ഒന്ന് പറഞ്ഞു രണ്ടെണ്ണം എഴുതാൻ പറ്റുമോ? എന്താണ്? ഓക്കെ എഴുതിയോ? നീ പറഞ്ഞോ. ഞാൻ ഉത്രാടം. ഞാൻ ചതയം. ഉത്രട്ടാതി. രണ്ടുപേരും ചെയ്യണം. മമ്മി മാത്രമാണ് ഗൈസ് കറക്റ്റ് ആക്കിയത് കേട്ടോ. ചതയോ ജിത്ത് ചതയോട് വെറുതെ എഴുതിയതാ ഗൈസ്. ജിത്തുവിന് അറിയില്ലായിരുന്നു. ആള് പറഞ്ഞു കൊടുത്ത് വേറെ കിടക്കട്ടെ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യമായിട്ട് ഇറ്റലിയിൽ വന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏത് മാസമാണ്? 2012 ഞാൻ വന്നത്. ഏത് മാസമാണ്? വർഷം ഏതാന്ന് എല്ലാവർക്കും അറിയാം ഗൈസ്. സോ അത് ചോദിച്ചിട്ട് കാര്യം. അപ്പൊ ഏത് മാസമാണെന്ന് തിങ്ക് ചെയ്യാൻ ടൈം വേണം. അത്ര ടൈം ഒന്നും തരുന്നത് എന്താണത്? 12 വർഷം ബാക്കോട്ട് ചിന്തിക്കണ്ടേ? അതൊന്നും എനിക്കറിയണ്ട. അറിയാം. ഞാനൊക്കെ സിമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞു. പിന്നെ അല്ല. ഓക്കെ സമ്മറിൽ പോകാൻ സാധ്യത. കാരണം നീ ഇട്ടുള്ള ഡ്രസ് എനിക്ക് ഓർമ്മയുണ്ട്. മറിയാമ്മയ്ക്ക് അറിയോ? മറിയത്തിനിപ്പോ ഇല്ല കഴിഞ്ഞു. ടൈം ഔട്ട്. ഓക്കെ ജിത്ത് പറ. ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ എനിക്ക് സെയിം മാർക്കാ. മാർക്കൊക്കെ നോക്കി കേട്ടോ നിങ്ങൾ. അടുത്തത് സമ്മറിൽ സാൻഡൽസ് അല്ലേ ഞാൻ യൂസ് ചെയ്യണേ. ഹീൽ ഓർ ഫ്ലാറ്റ്? എനിക്ക് ഏതാണ് ഇഷ്ടം? ഹീൽ ഇടാനാണോ ഹീൽസ് ഇടാനാണോ ഫ്ലാറ്റ് ഇടാനാണോ ഇഷ്ടം? സിമ്പിൾ. എഴുതിയോ? ജിത്ത് എഴുതിയോ? ഓക്കെ പറ. നീ പറ. എനിക്ക് കാലുവേദന. എനിക്ക് ഹീൽസ് ഇടാനാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് കാലുവേദന ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ എനിക്കുണ്ട്. ഞാൻ മറ്റേ ഇതൊക്കെ എന്റെ ഹീൽസ് അല്ലേ. എനിക്ക് ഹീൽസ് ഇടാൻ ഇഷ്ടം. അത് കാലുവേദന ആയതുകൊണ്ട്. അത് മമ്മിയുടെ കൈസ് പിന്നെയും ശരിയായത്. ഓ മറിയത്തിന് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ എഴുതില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? രണ്ട് എസ് ഓർ നോ വേണുള്ളൂ. ട്രഡീഷണൽ ഇല്ല. ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ എനിക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം? രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇടാറുണ്ട്. പക്ഷേ എനിക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം? ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? ഡ്രസ്ഡോ എഴുതിയോ? വെസ്റ്റേൺ. വെസ്റ്റേൺ. വെസ്റ്റേൺ ശരിയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ കോണ്ടാക്ട് ലെൻസിന്റെ പവർ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ കോണ്ടാക്ട് ലെൻസിന്റെ പവർ. രണ്ടും രണ്ട് അല്ലേ? അല്ല എന്റെ രണ്ട് ഒരു ക്ലൂ തരാം. എന്റെ രണ്ട് കണ്ണിനും സെയിം പവർ ആണ്. സോ ഏതാണ് ചെയ്തത്? കാര്യം ഞാൻ പോയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മറന്നുപോയി. എഴുതിയോ? എത്രയാ? -3.5. സോറി -3.25. അതിപ്പോ എന്താ ഇത്ര കറക്റ്റ് കുറഞ്ഞത്? -3.25 ആണ് എന്റെ കോണ്ടാക്ട് ലെൻസിന്റെ പവർ കേട്ടോ. അപ്പൊ എല്ലാവരുടെയും തെറ്റി ഗൈസ്. ഓക്കെ സോ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എന്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, എനിക്ക് ട്രിപ്പ് പോകാൻ ഞാനിപ്പോ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന എന്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണോ? നെക്സ്റ്റ് നീ പോകുന്നൊരു നിനക്ക് ഒരു ഉറപ്പുള്ള ആഗ്രഹമാണോ? ഒരിക്കലും അല്ല. അങ്ങനത്തെ ഒന്നും അല്ല. എനിക്ക് നെക്സ്റ്റ് പോകും അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ എന്റെ ഏറ്റവും വലിയ ഡ്രീം ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല. നെക്സ്റ്റ് എനിക്ക് ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ അവിടെ പോകുള്ളൂ. അങ്ങനെ ഒരു കൺട്രി. അല്ലാണ്ട് എന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ അതല്ല. ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ല. അത് എനിക്ക് തോന്നുന്നു അറിയാൻ തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇനി വരുന്നൊരു അടുത്ത റീസെന്റ് ആയിട്ട് പോകും എന്ന്. യൂറോപ്പിൽ തന്നെയാ? അതൊന്നും പറയില്ല.
എഴുതിയോ? ഇല്ല ഇല്ല തിങ്ക് ചെയ്യാൻ സമയം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? അതാ ഓർമ്മേ. ഇവിടെ ഒരു അടി കിടക്കും. ആന്റി എഴുതിയോ? ആന്റി എഴുതി കഴിഞ്ഞോ? ഞാൻ എഴുതി അത് ശരിയാവാൻ വേണ്ടിയില്ല. അമ്മയുടെ ശരിയാവില്ല, ജിത്തുവിന്റെ ശരിയാവില്ല, ഒട്ടില്ല ശരിയാവില്ല. ഓക്കെ കഴിഞ്ഞില്ലേ? പറഞ്ഞോ. സ്വീഡ്, സിംഗപ്പൂര്. സോറി ഗൈസ്, നോർവേ. എനിക്ക് 7.5 മാർക്ക്. റോസ്മീസ് ജർമ്മൻ ബ്ലിസ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് നോർവിയൻ വിശേഷങ്ങൾ കാണാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ കുടുംബത്തിലെ കാര്യം കാണാൻ സമ്മാനദാനമൊക്കെ ഉണ്ട്. പ്ലേറ്റ് സമ്മാനം ഞാൻ തരില്ല. പക്ഷെ ഇത് മാറ്റി ഇത് ഭയങ്കര മോശമായിട്ട്. ഏത്? കഞ്ഞി. കഞ്ഞി ഉണക്കമീൻ എനിക്ക് കഞ്ഞി ഉണക്കമീനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഞാനിപ്പോ ഹോട്ടലിൽ പോയി എനിക്ക് കഞ്ഞി ഉണക്കമീനും കിട്ടില്ല. ഞാൻ എപ്പോഴും ബിരിയാണി ഒന്നും അങ്ങനെ മേടിക്കാറില്ല. ഞാൻ എപ്പോഴും മേടിക്കുന്നത് സദ്യ മീൽസ് ആണ് ഞാൻ ഓർഡർ ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് കഞ്ഞി ഉണക്കമീനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇല്ല അതിന് മാർക്കില്ല. അപ്പൊ ജിത്തു 2.5, എനിക്ക് റോസ് എനിക്ക് 3.5. അത്ര ഔട്ട് ഓഫ് 10 നിനക്ക് 3. നീ 2013 പോയ മാസം ജിത്തുന് 2.5, സ്മേരയ്ക്ക് 3.5. എനിക്ക് റോസ് എനിക്കുള്ള കൂടുതൽ ആളായിട്ട് ഡിവോഴ്സ് കൊടുക്കാൻ പോവാ. ഇവിടെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ പോവാ. പിന്നെ നോർമൽ ചൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫിൻലൻഡ് മല്ലുവിന്റെ വീഡിയോസ് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര നോർവേ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് ശരിയാണ്. ഡെസ്റ്റിനേഷൻ മാൽദീവ്സ് അല്ലല്ല ന്യൂയോർക്ക് സ്ക്വയറില് അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. ഞാൻ എൻജോയ് ചെയ്യാൻ പോണുള്ളൂ ഗൈസ്. പുള്ളിക്കുള്ള എൻജോയ്മെന്റ് ഞാൻ കൊടുക്കാൻ പോവാണ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട്. ഞങ്ങൾക്ക് നല്ല ഫണ്ണായിരുന്നു ഈ വീഡിയോ. അപ്പൊ ഇനി കൂടുതൽ സെഗ്മെന്റുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ ഇല്ല.